ഹലോ ഗേസ്, അപ്പം നമ്മൾ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്ന് നല്ല നമുക്ക് കഴിക്കാൻ പറ്റിയ ഫുഡുകൾ ഏതാണെന്ന് പോയി നോക്കുക. പിന്നെ അതേപോലെ നല്ല ഫുഡ് വെച്ചാൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ, പിന്നെ ഫൈബർ കണ്ടൻറ്റ് ആയാലും, പിന്നെ അതേപോലെ നല്ല ഡയറ്റിംഗ് ഫുഡായാലും അങ്ങനത്തെ ഫുഡുകൾ മാത്രം കാണിക്കാനുള്ള പ്ലാനിങ് ആണ്. അപ്പോൾ എന്തായാലും പോയി നോക്കട്ടെ. പിന്നെ എന്തായാലും ഇപ്പോൾ സാധാരണക്കാർക്കൊന്നും ചിലപ്പോൾ വാങ്ങാൻ പറ്റണമെന്നുണ്ടാവില്ല, കാരണം നല്ല വില ഉണ്ടാവും പ്രോട്ടീൻ ഫുഡിന്, എന്ത് സാധനമാണെങ്കിലോ. ഇനി ചെറിയ കോഴിമുട്ടയാണെങ്കിലും അതിന് നല്ല വില ഉണ്ടാവും. പിന്നെ അതേപോലെ എന്താണെങ്കിലും പ്രോട്ടീന് പൊതുവേ വില കൂടുതലാണ്. ഇനിയിപ്പോൾ ചെറിയ കുബൂസ് ആയിക്കോട്ടെ, കുബൂസിന് 50 കുബൂസ് ചിലപ്പോൾ ഒരു 1.5 ദിനാറ് ഇവിടുത്തെ റേറ്റ് വരുന്നുണ്ട്. നാട്ടിലത്തെ ഒരു 300 റുപ്യൻ്റെ അടുത്തൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ പോയിട്ട് കാണിച്ചു തരാം. പിന്നെ അപ്പം നമ്മൾ വീഡിയോ കിടക്കുന്നതിന് മുന്നായിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതേപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ഷെയർ കൊടുക്കുക. ഓക്കെ, അപ്പം ഞാൻ വീഡിയോക്ക് പോവാണ്. ഓക്കെ, അങ്ങനെ ഞാൻ നമ്മളെ ഷോപ്പിലെത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ ഷോപ്പ്. പിന്നെ ഇപ്പോൾ കിടക്കുന്നവിടെ തന്നെ നല്ല കാരമലിൻ്റെ പിന്നെ നല്ല കോഫി ജ്യൂസിൻ്റെ ഒരു കാണുന്നുണ്ട്, പിക്ചർ കാണുന്നുണ്ട്. പിന്നെ നമ്മൾ ഇത് ഫസ്റ്റ് തന്നെ നമ്മൾ മറ്റേ നെസ്കാഫയാണ്, 3 in 1 നെസ്കാഫി. അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് ചായ ഉണ്ടാക്കാൻ എളുപ്പമുള്ള ഒരു സാധനം കേട്ടോ. ക്രീമിൻ്റെ 2 ടൈപ്പ് ഉണ്ട്. അപ്പോൾ ഈ ബോട്ടിൽ കാണുന്നുണ്ട്, ഇത് നമ്മൾ ഷവർമ്മക്ക് ഉപയോഗിക്കണ അതിൻ്റെ എന്താണ് വെച്ചാൽ പേസ്റ്റാണ്, മസാല പേസ്റ്റ് ഉണ്ടല്ലോ ഷവർമ്മക്ക് ഉപയോഗിക്കണത്. അപ്പോൾ അതിൻ്റെ പേസ്റ്റാണ്. അപ്പോൾ എൻ്റെ പരിപാടി എന്താ വെച്ചാൽ ഇതൊന്നുമല്ല. പിന്നെ അപ്പം നമ്മൾക്ക് എല്ലാവരും കഴിക്കുന്ന സാധനമുണ്ട്, നമ്മുടെ നാട്ടിലൊക്കെ സ്ഥിരമായിട്ട് കിട്ടുന്ന സാധനമാണ്. നമ്മൾ ഏറ്റവും നല്ല പ്രോട്ടീൻ ആയിട്ടുള്ള ഫസ്റ്റായിട്ട് നമുക്ക് എല്ലാ വീട്ടിലും കിട്ടുന്ന ഒരു സാധനമുണ്ട്. അതാണ് ഇപ്പോൾ നമ്മളിത് ഈ കാണിക്കുന്നത്. ഇതല്ലേ നമ്മളെ കോഴിമുട്ട. അപ്പോൾ ഇവിടെ കോഴിമുട്ട വെച്ചാൽ പല ടൈപ്പിൽ കോഴിമുട്ടകളുണ്ട്. അപ്പോൾ അതേപോലെ പല കമ്പനിയും ഉണ്ട് ഇപ്പോൾ ഇതിൽ തന്നെ, ഈ കാണുന്നതിൽ തന്നെ. ഇപ്പോൾ ഇത് നമ്മൾ സാധാ ഇതിൻ്റെ അണ്ണാച്ചി കോഴിൻ്റെ കോഴിമുട്ടയാണ് ഇപ്പോൾ ഈ കാണുന്നത്. നമ്മൾ വളർത്ത് കോഴി ഉണ്ടല്ലോ അതിൻ്റെ. പിന്നെ അപ്പോൾ നല്ല പ്രോട്ടീനായിട്ടുള്ള കോഴിമുട്ടയാണ് ഇപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഈ കാണുന്നത് പ്രോട്ടീൻ കോഴിമുട്ടകളാണ്. അപ്പോൾ ഇതിൽ തന്നെ പല ടൈപ്പുണ്ട്. അപ്പോൾ ഇത് നല്ല ഓർഗാനിക് ആയിട്ട് ഉള്ള ഇതാട്ടോ, നല്ല പ്രോട്ടീനൊക്കെ നല്ല അടങ്ങിയുള്ള കോഴിമുട്ടയാണ്, നാടൻ കോഴിമുട്ട. പക്ഷേ അതിന് 6 പീസ് നല്ല വില ഉണ്ട്. ഇത് നമ്മളെ താറാവിൻ്റെ കോഴിമുട്ട കേട്ടോ. ഇതിന് നല്ല വില ഉണ്ട് അത്യാവശ്യം. 6 കോഴിമുട്ടയ്ക്ക് 2 കിളിൻ്റെ മേലുണ്ട്. 2 കിളി വെച്ചാൽ നാട്ടിൽ 600 റുപ്യൻ്റെ മുകളിലായി. ഇത് നമ്മളെ കോഴിമുട്ടയാണ്. അതേപോലെ അതൊക്കെ 6 പീസിനാണ്. അത് പല കമ്പനിയാണ് വരുന്നത്. ചിലത് നല്ല കമ്പനിയാണ്, ബ്രാൻഡ് കമ്പനിയൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോ കമ്പനിക്ക് അനുസരിച്ച് വിലയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ ഇവിടെ സ്ഥിരമായിട്ട് കഴിക്കണ ചോറിൻ്റെ അരിയുണ്ട്, ബസ്മതി അരി. പക്ഷെ ബസ്മതി അരി എവിടെ നിന്ന് വരുന്നത് വെച്ചാൽ നമ്മളെ ഇന്ത്യയിൽ നിന്ന് തന്നെയാണ്, പുറത്തുനിന്ന് നല്ല വരുന്നത്. അപ്പോൾ പുറത്തുനിന്ന് വരുന്നുണ്ടാവുമായിരിക്കും, കാരണം വേറെ കമ്പനി. പക്ഷെ കൂടുതലും ബസ്മതി വരുന്നത് ഇന്ത്യൻ ആണ് എന്തായാലും. നമുക്ക് ഇവിടെ റേഷനിൽ കിട്ടുന്ന സാധനമായാലും ഇന്ത്യൻ തന്നെയാണ്. ബസ്മതി നമ്മളെ തടിക്ക് നല്ല സാധനമാണ്, കാരണം നാട്ടിലൊക്കെ നല്ല വില ഉണ്ട് ബസ്മതി അരിക്ക്. ഇവിടെ റേഷനിൽ കിട്ടുന്ന സാധനം തന്നെ ഇതാണ്, ഈ അരിയാണ് ഇപ്പോൾ കിട്ടുന്നത്. പിന്നെ ഞാൻ അടുത്ത് കാണിച്ചു തരുന്നത് വെച്ചാൽ ഇത് ഷുഗർ ആഡ് ചെയ്യാത്ത ചോക്ലേറ്റുകളാണ്. അത് ബദാമിൻ്റെ ഉണ്ട്, പിന്നെ അതേ പിസ്ത, പീനട്ട്, എല്ലാ ഐറ്റംസും ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ളതാണ്. കുറച്ച് വിലയുണ്ട് അതിന് വരുന്നുണ്ട്. ഇപ്പോൾ സാധാരണത്തെ ചോക്ലേറ്റിനെ പോലല്ല, ഒന്നും കൂടി വില ഉണ്ട് കേട്ടോ ഇതിനൊക്കെ. പിന്നെ അതേപോലെ നമ്മളെ ഇപ്പുറത്ത് കൗണ്ടറിൽ വേറെ നമ്മൾ സീഡ്സുകൾ ഉണ്ടല്ലോ. സീഡ്സ് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഗോതമ്പ്, അതേപോലെ എല്ലാ വിധവും കമ്പം. ഇത് നമ്മൾ ഗോതമ്പാണ് ഈ കാണുന്നത്. അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് കമ്പുണ്ട്. പിന്നെ ഒരുവിധ സീഡ്സുകളൊക്കെ ഇവിടെ നല്ല പ്രോട്ടീൻ ആയിട്ടുള്ള ഇതാണ് കേട്ടത് കാണുന്നത്. പക്ഷെ ഇതൊക്കെ അധികം ഇറക്കണത് ഈ ഒരു ബ്രാൻഡാണ് കൂടുതൽ ഇവിടെ ഇറക്കണത് ഇങ്ങനത്തെ പ്രോട്ടീൻ. പക്ഷെ ഇവരെ ബ്രാൻഡിന് എല്ലാ സാധനത്തിനും വില ഉണ്ടായിരുന്നു, വില ഇല്ലാത്തൊരു സാധനമില്ല. ഒരു സ്ട്രോബെറിൻ്റെ വിളിച്ച് കണ്ടില്ല, ഇത് സ്ട്രോബെറി ഗ്രാനുകളോ. ഇത് പിന്നെ അവർ ഇങ്ങനെ റെഡിമെയ്ഡായിട്ട് ഉണ്ടാക്കണമെന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട്. പിന്നെ ഇതൊക്കെ ഏകദേശം അവരുടെ ബ്രാൻഡ് തന്നെയാണ് വരുന്നത്. ഇതിൽ പല ടൈപ്പ് ഇത് തേനായിട്ടും, പിന്നെ അതേപോലെ തേൻ തന്നെ 2-3 ടൈപ്പ് ഉണ്ടല്ലോ, കട്ടിലും കട്ടി കുറഞ്ഞൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ കോക്കനട്ടിൻ്റെ ഇതാണ് പൊടിയാണിത് നമ്മൾ. അതേപോലെ കോക്കനട്ട് തന്നെ കോക്കനട്ട് ഷുഗറിൽ എന്തൊരു ബ്രൗൺ കളറാണ് കാണുന്നത്. അതിന് എന്താ സംഭവം അറിയില്ല, എന്തൊരു ചിരട്ട അടക്കി അരച്ചെടുത്തുകൊണ്ടൊന്നും അറിയില്ല കേട്ടോ.
ബ്രൗൺ ഷുഗറായിട്ടൊക്കെ കാണുന്നത്. പിന്നെ അതും അത്യാവശ്യം വില ഉണ്ട്. ഒരു 100-300 ഉറുപ്പ്യൻ്റെ മേലെ അതിനൊക്കെ വില വരുന്നുണ്ട്, ചെറിയ കോഴിയാണ്. പിന്നെ ഇത് നമ്മളെ കുബൂസാണ്. പക്ഷേ ഇവിടെ സാധാരണ ഒരു കുബൂസിന് വരുന്നത് ഒരു 50 ഫിൽസ് മാത്രമാണ്. പക്ഷേ ഈ ഒരു കുബൂസിന് വരുന്നത് നാട്ടിലത്തെ എത്രയെന്ന് വെച്ചാൽ ഒരു 500 ഉറുപ്പ്യൻ്റെ മുകളിലുണ്ട്. 500 ഉറുപ്പ്യ, ഒരു 600 ഉറുപ്പ്യൻ്റെ ലെവലിൽ വരുന്നുണ്ട്. അതും ഒരു 4-5 കുബൂസ് ഉണ്ടാവുള്ളൂ. ഇതിൽ 5-4 അത്രയേ ഉള്ളൂ. അത് ഇതിൻ്റെ മെയിൻ പ്രത്യേകിച്ച് ഹൈ പ്രോട്ടീനാണ്. 28% പ്രോട്ടീൻ തന്നെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് അതിൻ്റെ ബ്രെഡാണ് ഇപ്പോൾ ഞാൻ കാണിച്ചത്. അപ്പോൾ അതിൻ്റെ പ്രോട്ടീന് വേണ്ടിയിട്ട് അതിന് കുറേ സീഡ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം കൂടെ ആഡ് ഇതുകൊണ്ടാണ് വരുന്നത്. അതാണ് അത്രയും തന്നെ. പിന്നെ ഇതിപ്പോൾ ഈ വരുന്നത് ചോക്ലേറ്റാണ്. അപ്പോൾ ഇത് മെയിനായിട്ട് ആൾക്കാർക്ക് ഇതുണ്ട്, പിന്നെ തടി കുറക്കാൻ അങ്ങനത്തെ ആൾക്കാർക്ക് നല്ല ഫുഡുകളാണ് ഇവിടെ കൊടുക്കുന്നത്. നമുക്ക് ശരീരത്തിൽ നല്ല നല്ല ഫുഡുകളാണ്. അപ്പോൾ കൂടുതൽ കഴിക്കേണ്ട ആവശ്യമില്ല. ഇത് എന്താണെന്ന് വെച്ചാൽ ബ്രെഡിൻ്റെ ഉള്ളിൽ ചിക്കനും പിന്നെ അതേമാതിരി ചില ഐറ്റംസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പൊതിഞ്ഞാണ്ട് വെച്ചാണ്. പിന്നെ അതേപോലെ ജിബനും ഉണ്ട് ഇതിന് കൂടെ വെച്ചിട്ടുണ്ട്. കാണുമ്പോൾ നല്ല ഡിസൈനൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അപ്പുറത്തെ ചോറുകളൊക്കെ ഉണ്ട്. പിന്നെ ബ്രെഡിൻ്റെയിലാണ് ഇവിടെ കൂടുതൽ ഐറ്റംസൊക്കെ കാണുന്നത്. പല ടൈപ്പ് ഉണ്ട്. അപ്പോൾ അതിൽ തന്നെ അതിൻ്റെ ജിബനാണ് ഇപ്പോൾ ഇതിന് മേലെ ഇട്ടിട്ടുള്ളത്. ജിബൻ്റെ സ്ലൈസുകൾ ചെറുത് വരുന്നുണ്ട്, ഞാൻ കാണിച്ചില്ല കുറച്ച് കഴിഞ്ഞിട്ട്. പിന്നെ നമ്മൾ സാൻഡ്വിച്ചുകൾ ഇതാ, അതൊക്കെ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള സാൻഡ്വിച്ചുകളാണ്. കാരണം അതിലൊക്കെ സീഡ്സ് ഉണ്ടല്ലേ, എല്ലാ ഐറ്റം വിത്തുകളും ഉണ്ട്. ഇതിന് മെയിനായിട്ട് വരുന്ന ഗോതമ്പ്, അതേപോലെ പിന്നെ കടല, പയർ, ഇതൊക്കെ തന്നെ നമ്മുടെ നാട്ടിൽ സ്ഥിരമായി കിട്ടുന്ന സാധനങ്ങൾ. വെച്ചാൽ നമ്മുടെ നാട്ടിൽ കൂടുതലൊക്കെ കഴിക്കാൻ ശ്രമിക്കണില്ല എന്നുള്ളൂ. ഇവിടെ നല്ല വില കൊടുത്ത് വാങ്ങേണ്ട അവസ്ഥയാണ് ഇപ്പോൾ. ഇതൊക്കെയാണ് ചെറിയ ചെറിയ ഇത് സലാഡ് ഐറ്റംസ് ആയാലും പിന്നെ ഒരു എല്ലാ ഫുഡിലും കുറച്ച് സലാഡ്, കൂടുതൽ ഫുഡൊന്നും കൊടുക്കണില്ല. കുറച്ച് സലാഡ്, കുറച്ച് ഫുഡ്, കുറച്ച് പിന്നെ കറി ഐറ്റംസ് ഒന്നുമില്ല. പിന്നെ ഗ്ലാസും ഫ്രൂട്ട്സും ഒക്കെ കൂടെ വെച്ചിങ്ങാണ്ട് ഒരു പാക്കറ്റാക്കി കൊടുക്കുകയാണ് ഇവർ. അതിൻ്റെ കാണുമ്പോൾ തന്നെ, ആ ഡിസ്പ്ലേ കാണുമ്പോൾ തന്നെ നമ്മളത് വാങ്ങും. പിന്നെ അതിൽ നട്ട്സും ഉണ്ട്, ഇതിലൊക്കെ നട്ട്സും കാണുന്നുണ്ട്. ഇതുണ്ട് സലാഡ്, ക്യാരറ്റും കസും കിയാറൊക്കെ അരിഞ്ഞാണ്ട്. ഇത് ബ്രെഡിൻ്റെ സാൻഡ്വിച്ചാണ് വരുന്നത്. ബ്രെഡ് സാൻഡ്വിച്ച് വെച്ചാൽ അതിൽ ചിക്കനും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇത് പിന്നെ എല്ലാവർക്കും അറിയും, കുനാഫ ചോക്ലേറ്റ് ഇപ്പോൾ ട്രെൻഡായിട്ട് മാറിയിട്ടുള്ള ചോക്ലേറ്റാണ്. അപ്പം അതും ഈ ഏരിയ തന്നെ കൊടുത്തിട്ടുള്ള, കാരണം ഇതിന് അത്യാവശ്യം വില ഉണ്ടേനും. ഞാൻ നേരെ വന്നിക്കണേ നമ്മൾ ജാമിൻ്റെയും തേനിൻ്റെയും സെക്ഷനാണ്. അപ്പോൾ ജാമുകൾ നമുക്ക് കാണിക്കേണ്ട ആവശ്യമില്ല, കാരണം അതൊക്കെ എല്ലാവർക്കും വരണതാണ്. പിന്നെ തേനിൽ 2-3 ടൈപ്പുകളൊക്കെ ഉണ്ട് ഇവിടെ. 2-3 ടൈപ്പ് എന്ന് അറിയില്ല, നമുക്ക് പെട്ടെന്ന് കാണുന്ന മാത്രം എടുത്തു തരാണ്. പിന്നെ ഇതിൽ തന്നെ വില കുറഞ്ഞ തേനുണ്ട്, വില കൂടിയതുകൊണ്ട്. അതൊക്കെ ഓരോ ബ്രാൻഡിനനുസരിച്ച് വില കൂടുന്നുണ്ട്. അതേപോലെ പല രാജ്യത്ത് നിന്ന് വരുന്നതുണ്ട്. അപ്പോൾ ഓരോ രാജ്യത്ത് നിന്ന് വരുന്നത് ആ രാജ്യത്തിൻ്റെ ക്വാളിറ്റിക്കനുസരിച്ചും കൂടി വില കൂട്ടുന്നുണ്ടെന്നുകൊണ്ട് വരെ. അപ്പോൾ ഇത് നമ്മൾ നാച്ചുറൽ തേനാണ് ഇപ്പോൾ ഈ കാണുന്നത്. മുകളിൽ കാണുന്നില്ല, നല്ല ചോന്നിട്ട് അതൊക്കെ നാച്ചുറൽ തേനാണ്. പിന്നെ അതിൻ്റെ അടുത്ത് നമ്മൾ റോയൽ ജെല്ലി വരുന്നുണ്ട്. റോയൽ ജെല്ലിക്ക് നല്ല വിലയാണ്. അത് നാട്ടിലും നല്ല വില ഉണ്ട്, കാരണം അത് ഉണ്ടാക്കാനും കുറച്ച് ടാസ്ക്കുള്ള പരിപാടിയാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ പരിപാടിയല്ല റോയൽ ജെല്ലി എന്ന് പറഞ്ഞാൽ. നമ്മൾ തേനിൻ്റെ എന്തെന്ന് അറിയുന്നൊക്കെ ഉണ്ടാക്കുന്നതാണ്. കുറച്ച് അതിനെപ്പറ്റി അറിയണവർക്ക് അതിൻ്റെ ഐഡിയകളൊക്കെ അറിയുള്ളൂ. പിന്നെ തേനത്തിൻ്റെ വൈറ്റാണിയും ഇതൊക്കെ റോയൽ ജെല്ലിൻ്റെ ബാക്കി തന്നെ ആയിരിക്കും, അതാണ് അവരങ്ങനെ കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ തേനിൻ്റെ അത് മുതൽച്ച് ഇവിടെ ഉണ്ട്, ടാറകൾ അടങ്ങിയിട്ടുള്ള തേനെന്ന് കൊടുത്തിട്ടുണ്ട് ഇവിടെ, ഉണ്ടല്ലേ. എല്ലാം കൂടി ഒരു സെറ്റ് ആയിങ്ങാണ്ട് അത് അറവടക്ക് അവർ തേനായി കൊഴിച്ച് വെച്ചതാണ്. ഒരു മോഡൽ വേണമെങ്കിൽ കൊടുത്തേക്കും. പിന്നെ അതേപോലെ തേനിൽ സീഡ്സ് ഇട്ടുകൊണ്ട് ആരെയും കഴിച്ചിക്കണം. ഇതുണ്ടോ സീഡ്സ് എന്ന് വെച്ചാൽ ഇതിൽ ബദാം അടങ്ങിയിട്ടുണ്ട്, അതേപോലെ പിസ്ത ഉണ്ട്, പിന്നെ അണ്ടിപ്പരിപ്പുണ്ട്, പിന്നെ നമ്മൾ അത്തിപ്പഴം ഉണ്ട്. അത്തിപ്പഴം ചെറിയ ചെറിയ കുരുവായിട്ട് കാണുന്നത്, അതെല്ലാം കൂടി മിക്സ് ആക്കിയാണ്ട് വെച്ചതാണ്. എന്നിട്ട് അതിലേക്ക് തേനും ഒഴിച്ച് വെച്ചതാണ്. അപ്പോൾ നല്ല തടിക്കും നല്ലതായിരിക്കും, കാരണം തേനൊക്കെ അടങ്ങിയിട്ട് നമ്മൾ നല്ല പ്രോട്ടീനോട് കൂടി തന്നെ കഴിക്കാം. പിന്നെ അതിനും നല്ല വില ഉണ്ട് കേട്ടോ. വില വെച്ചാൽ ഒരു 400 ഉറുപ്പ്യൻ്റെ മേലെ ഉണ്ട് എന്തായാലും. ചെറിയൊരു ഡബ്ബയാണ്. അപ്പോൾ ഇത് കണ്ട നമ്മൾ തേൻ്റെ അറ കറക്റ്റായിട്ട്
അതിൽ തേനീച്ചകൾ നമുക്ക് കാണില്ല, അതൊരു വൃത്തിയാക്കി എടുത്തിട്ടുണ്ടാവും. കാരണം ഒന്നും നല്ല വൃത്തിയുള്ള അറ മാത്രം കൊണ്ടുവരുന്നതാവും. അതിൽ കൂടുതൽ തേനില്ല, പക്ഷെ അതിൻ്റെ അറയാണ് മെയിനായിട്ട് അതിലുള്ളത്. എന്താ കൊടുക്കണമെന്ന് അറിയില്ല. ഇത് തേൻ്റെ പൊടിയാണെന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട്, കാരണം വെയിറ്റ് ഒന്നുമില്ല. എന്താണെന്ന് അറിയില്ല, എനിക്ക് കറക്റ്റ് അറിയില്ല. പിന്നെ ഇവിടെ ഒരുവിധം സാധനം വെച്ച ആൾക്കാർ എന്തിനാണ് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് തൈന പറഞ്ഞത്. തൈന വെച്ചാൽ ചെറിയൊരു സീഡ്സ് തന്നെ, അത് പൊടിച്ചിങ്ങാൻ ഉണ്ടാക്കണതാണ് തൈന. അതിൻ്റെ കറക്റ്റ് പേരിപ്പോൾ എന്താണെന്ന് ഞാൻ നമുക്ക് നോക്കേണ്ടി വരും. എനിക്ക് കറക്റ്റ് തൈന എന്ന് നമുക്ക് പറഞ്ഞാൽ അറിയുള്ളൂ. അപ്പോൾ അത് ആ സീഡ്സ് അരച്ചങ്ങാണ്ട് വരുന്നതാണ്. അപ്പോൾ ഇവിടെ ഒരുവിധം സാധനം വെച്ചൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എല്ലാവരും, കുബൂസ് ഉപയോഗിക്കണം. പിന്നെ ഇത് പിന്നെ എല്ലാവർക്കും അറിയണം കേട്ടോ, ന്യൂട്ടല്ല. അത് കുട്ടികൾക്ക് ഉള്ളതായാലും കുട്ടികൾക്ക് എന്നല്ല, കുട്ടികളെ മെയിനായിട്ട് കഴിക്കണത് അതാണ്. കുട്ടികൾ ഇതിൻ്റെ കാർട്ടൂൺ പിക്ചറൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ബോട്ടിലുമ്പോൾ ചെറിയ കളർ ചേഞ്ചൊക്കെ എത്തിക്കാണ്ട് പിന്നെ പുതിയ ഇറക്കുകയാണ് അവർ. ഇത് നമ്മൾ പീനട്ട് ബട്ടർ. അപ്പോൾ അത് തേൻ അടങ്ങിയിട്ടുള്ള ബട്ടർ പീനട്ട് ഉണ്ട്. അതേപോലെ കടല ഫുള്ള് അരക്കാത്ത ടൈപ്പ് ഉണ്ട്, കടല ഫുള്ള് അരച്ചുകൊണ്ടുള്ളതുണ്ട്. കൂടുതൽ അരക്കാത്ത തന്നെ അല്ലെങ്കിൽ കറുമുറങ്ങനെ കടിച്ചുകൊണ്ടിരിക്കുക അത്ര തന്നെ. പിന്നെ അതിൽ തന്നെ ഇത് ഓയിൽ ചേർത്തുകൊണ്ടുള്ള അതും വരുന്നുണ്ട്. ഇതിൻ്റെ കടല കൊണ്ട് ഉണ്ടാക്കുന്ന ഓയിൽ തന്നെ തോന്നുന്നുണ്ട് കാരണം ചേർത്തിട്ടുള്ളത്. പിന്നെ അതേപോലെ എന്താവുക പാല് ഇട്ടുകൊണ്ടൊക്കെ അങ്ങനെ ഉപയോഗിച്ചു അതുമുണ്ട്. അപ്പോൾ കളർ തന്നെയാണല്ലോ, വൈറ്റ് കളറായി കണ്ട് നിൽക്കുന്നത്. വൈറ്റും പിന്നെ ചെറിയൊരു പിങ്ക് കളറിലും വരുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ആദ്യമായിട്ട് കാണട്ടെ ഇവിടെ. ഇത് നമ്മളെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഓർഗാനിക് ഫുഡാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ വില കണ്ടില്ല, അന്നത്തെ നിങ്ങൾ എഴുതിയിട്ടുണ്ട് കണ്ടില്ല. ചെറിയൊരു പാക്കറ്റ് ഏറിപ്പോലെ ഒരു 200-300 ഗ്രാം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൻ്റെയൊക്കെ വില ഉണ്ടാവും, ഒരു 500-600 റുപ്യ ഒരു ചെറിയൊരു പാക്കിന് വരുന്നുണ്ട്. ഓർഗാനിക് ഫുഡാണ്. പിന്നെ വൈറ്റമിൻ സി ഒക്കെ അടങ്ങിയിട്ടുള്ള ഫുഡുകളാണ് ചെറിയ കുട്ടികൾക്കുള്ളത്. ചെറുത് വെച്ചാൽ 1 വയസ്സ് മുതൽ 3 വയസ്സ് വരെയൊക്കെയാണ് കൂടുതൽ ഇത് യൂസ് ചെയ്യണമെന്ന് തോന്നുന്നുണ്ട്. അതിന് മുകൾക്കുള്ളവർ വാങ്ങണുണ്ടാവും, കാരണം വാങ്ങാതിരിക്കൊന്നുമില്ലല്ലോ എന്തായാലും കണ്ടാലേ, കുട്ടികളെ കണ്ടാലേ. ഇപ്പോൾ വൈറ്റമിൻ്റെ കുറവുള്ളവർക്കൊക്കെ ഇവർ ഉപയോഗിക്കുന്നുണ്ടാവർക്കിത്. പിന്നെ എല്ലാവരും വാങ്ങാൻ ചാൻസ് ഉണ്ടാവില്ല, കാരണം അത്രയും വിലയുള്ള സാധനങ്ങളാണ്. അപ്പോൾ അത്യാവശ്യമുള്ളവർ മാത്രമേ ഇത് വാങ്ങുള്ളൂ. കേരളക്കിൻ്റെ കമ്പനിയായിട്ടത് ഇതൊക്കെ വരുന്നത്. അപ്പോൾ കേരളക്ക് പിന്നെ അറിയാൻ ചാൻസ് ഉണ്ട്, ഒരു നാട്ടിലെല്ലാ പെണ്ണുങ്ങൾക്കും അറിയാം. കാരണം കുട്ടികൾക്ക് പാൽപ്പൊടിയും ഇതൊക്കെ റെഡിമേഡ് കൊടുക്കണ്ടല്ലോ, കറക്കി കൊടുക്കണേ. ഇത് ചോക്ലേറ്റാണ്. ചോക്ലേറ്റ് എന്ന് വെച്ചാൽ ഇതും പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ചോക്ലേറ്റാണ്. അപ്പോൾ നല്ല ക്രഞ്ചി നല്ല നാച്ചുറൽ വാല്യൂ ചോക്ലേറ്റ്. അതിൽ തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഇതിൻ്റെ റസ്ബറിൻ്റെ വരുന്നുണ്ട്, പിന്നെ ചോക്ലേറ്റിനും വരുന്നുണ്ട്. പിന്നെ ഞാനിപ്പം അടുത്ത് നേരെ പോകണേ, നമ്മളിതൊക്കെ കാണിച്ചിട്ട് നമ്മൾ കേരളത്തിൽ നിന്ന് വരുന്ന സാധനമുണ്ട്. കേരളത്തിൽ നിന്ന് മാത്രമല്ല, നമ്മളെ നാട്ടിൽ നിന്ന് തന്നെ വരുന്നതാണ്. ഞങ്ങളുടെ നാടിൻ്റെ അടുത്ത് തന്നെയാണ് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയും നമ്മളെ താടി എന്നാണല്ലോ അവരുടെ ബ്രാൻഡ്. അപ്പോൾ അവർ കാണാൻ ചാൻസ് ഉണ്ടാവും. അപ്പോൾ ഇത് കേരളത്തിൽ നിന്ന് ഓടുന്ന വന്നിക്കണം നോക്കി. കേരളത്തിൽ കാലിക്കറ്റ് പെരുമണ്ണ എന്ന് വെച്ചാൽ നമ്മളവിടെ നിന്ന് നമ്മളടുത്ത് തന്നെയാണ്. അപ്പോൾ ലോങ്ങൊന്നും പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ അവിടെ നിന്ന് മുതൽച്ച് ഇവിടെ ഇൻ്റർനാഷണൽ ഇതിൽ വരുന്നുണ്ടെന്നുള്ളത് മനസ്സിലായി. നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ അത്ര വലിയ കമ്പനിയൊക്കെ നമ്മൾ അറിഞ്ഞിട്ടും കൂടി ഇല്ല. നമ്മളിവിടെ വരുമ്പോഴൊക്കെയാണ് അറിയുന്നത് എനിക്ക് സംഭവം ഉണ്ടെന്നുണ്ട്. പിന്നെ ഇത് ചീസാണ്. ചീസ് ഇതൊക്കെ മെയിനായിട്ട് നമ്മൾ ഇതാണല്ലോ പിസ്സ ഇതൊക്കെ ഉണ്ടാക്കില്ല. അപ്പോൾ അതിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ വിതറി കൊടുക്കും. പിന്നെ അത് ചൂടാക്കുമ്പോൾ മൾട്ടായി കണ്ട് അതിൽ തന്നെയാണ് സെറ്റാവും. അപ്പോൾ അവർക്ക് ഉപയോഗിക്കാൻ എളുപ്പമാണിത്. ചെറിയ ഇതാണ് ഇതായിട്ട് സ്ലൈസ് ആയി കണ്ടിട്ടുള്ള ഇതാണ്. അപ്പോൾ എളുപ്പമാണ്. ഇതണ്ട ചിരട്ട പോലെ ഉരുട്ടുണ്ടാക്കിയിട്ടുള്ളത്, ഇതൊക്കെ അതിൽ പെട്ട സാധനം തന്നെയാണ്. പിന്നെ ജിബിൻ്റെ ടൈപ്പുകളാണ്, പല ടൈപ്പുണ്ട് ഇതിന് വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു ടൈപ്പാണ് ഇത് വരുന്നത്, വെള്ള. അതിനെ ഇവിടെ പറയല് ഹലൂമി എന്നാണ്. ഹലൂമി എന്ന് പറഞ്ഞാൽ ഇവിടെ അറിയുള്ളൂ. അപ്പോൾ ശരിക്കും ജിബൻ തന്നെയാണ്. പിന്നെ പല കമ്പനികൾ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇവർ സാധനം വെച്ചവർക്ക് ഇതിനൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഇത് ഫ്രൈ ചെയ്ത ഷറായി
അപ്പം ഞാനിനി നേരെ അടുത്തത് നമ്മളെ ഇവിടെ ഒരു ക്രീമുണ്ട്. ക്രീം വെച്ചാൽ ഏത് കറികൾക്കൊക്കെ ഉപയോഗിക്കുന്ന ക്രീം ഇതായിട്ടോ, പക്ഷെ മധുരമാണെന്നുള്ളൂ. നമ്മളൊക്കെ സ്ഥിരമായിട്ട് വാങ്ങണതാണ്. കാഡിഡിൻ്റെ കമ്പനിയാണ് വരുന്നത്. പിന്നെ ഇത് എന്താണെന്ന് എനിക്ക് അറിയില്ല, വിറ്റാമിൽക്ക് എന്നൊക്കെ കാണിക്കുന്നത്. ഇതിൻ്റെ പാൽ തന്നെയാണ് എന്തായാലും. ഞാൻ അത് ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് നോക്കിയില്ല. പിന്നെ അതേപോലെ ഇതിൽ ജെയ്ത്തൂനിൻ്റെ ഓയിലൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതേപോലെ ഒരു ഓയിൽ ഇട്ട് വെച്ച ഒരു ഇതുണ്ട്. നമ്മളെ ജിബനാണിത്. ജിബന നല്ല ഉരുളാക്കിയാണ്. ഞാൻ ആദ്യം കണ്ടപ്പോൾ ചെറുനാരങ്ങയാണെന്ന് വിചാരിച്ചു. ചെറുനാരങ്ങല്ല, ലബിന ജിബൻ്റെ ബാക്കി തന്നെയാണ്. നമുക്ക് ഒരു ചെറിയ അങ്ങോട്ടോട് മാറ്റങ്ങൾ വരുത്തിയിട്ട് ഉണ്ടാക്കിയ സാധനം തന്നെയാണ്. നല്ല കണ്ട നെല്ലിക്കൊക്കെ ഉപ്പിലിട്ടച്ച പോലെ കാണും. നെല്ലിക്കും ചെറുനാരൊക്കെ ഉപ്പിലിട്ട് വെച്ച പോലെ. പെട്ടെന്ന് ഞാനത് വിചാരിച്ചു. അത് നോക്കിയപ്പോൾ സംഭവമാണ്. തടിക്ക് നല്ല സാധനമാണ് ഇതൊക്കെ ലബിന കഴിക്കുന്നത്. അതിനുണ്ട് കണ്ട് ഇത് ക്യാരറ്റും ഒക്കെ മിക്സാക്കി ഉണ്ടാക്കിയതും പിന്നെ ചെറിയ സീഡ്സ് ഇട്ടതും. അതേപോലെ നമ്മൾ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള തൈരാണിത്. സെപ്പറേറ്റ് തന്നെ വരുന്നുണ്ട്. ഇതിൽ ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ് ഫൈബർ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ളതാണ്. ഫൈബർ കണ്ടൻറ്റ് കൂടുതൽ ഉദ്ദേശിക്കുന്നത് ഇവർ മെയിൻ എല്ലാറ്റിലും ഉണ്ടാവും. ഗോതമ്പ് ഉണ്ടാവും എവിടെ നോക്കിയാലും. ഗോതമ്പല്ല തടിക്ക് നല്ല സാധനമാണ്. പക്ഷേ നാട്ടിലൊക്കെ പണ്ടൊക്കെ എല്ലാവരും കഴിച്ചിരുന്നു. ഇപ്പൊക്കെ എല്ലാവരും ഗോതമ്പ് കഴിക്കൽ കുറഞ്ഞേക്കണം. നല്ല അരിഭക്ഷണമില്ലേ ശരിക്കും. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ കഴിക്കേണ്ടത്. ഇത് ഗോതമ്പ് മാത്രമല്ല, ഗോതമ്പ് പയറ് കടല ഇതൊക്കെ ശരിക്കും നല്ല കഴിക്കണം. നല്ലോണം തടിക്ക്. ഇക്കാലത്ത് എല്ലാവരും കഴിച്ചിരുന്നു. ഇപ്പോൾ ആരും എല്ലാം കഴിക്കണില്ല. ഇപ്പോൾ എല്ലാവരും കുറഞ്ഞു വരികയാണ്. ഇപ്പോൾ ഈ ചോറും ചിക്കനും സാൻഡ്വിച്ചോടും അതൊക്കെ തന്നെ കഴിക്കുന്നത്. നമ്മളെ ക്യാമൽ മിൽക്ക്, അതാ ഒട്ടകത്തിൻ്റെ മിൽക്ക്, നല്ല ഫ്രഷ് മിൽക്കാണിത് ഒട്ടകത്തിൻ്റെ. അപ്പോൾ ഒട്ടകത്തിൻ്റെ മിൽക്കൊക്കെ ഇനി കുടിക്കുന്ന തരത്തിലുള്ളവരൊക്കെ ഇവിടെ നിന്ന് വാങ്ങിയാൽ മതിട്ടാവും. ഇവിടെ നിന്നല്ല, എല്ലാ ഹൈപ്പർ മാർക്കറ്റിലുണ്ടാവും. നല്ല ഫ്രഷ് തന്നെ ഇത് കിട്ടും ചെയ്യും. കാരണം ഇവിടെ തന്നെ വളർത്തുന്നതല്ലേ കൂടുതലും. തടിക്കും നല്ലതാണ്. മറ്റേ സാധാ പാലിനെക്കാട്ടും വില ഉണ്ടായിരുന്നു. പിന്നെ ഇതെന്ന് വെച്ചാൽ നമ്മളെ ഇതില്ലേ കേബേജിൻ്റെ ഇളയത് അതൊക്കെ അരച്ച് നട്ടത്, അരച്ചിങ്ങാണ്ട് വെച്ചാണ്. അതിലെന്താ ചേർത്തിക്കണോ വെച്ചാൽ എന്തോന്ന് ചേർത്തിട്ടുണ്ട് ചെറുതായിട്ട്. കാരണം ഒരു കറക്റ്റ് ഡീറ്റെയിൽസ് നോക്കിയിട്ടില്ല. അപ്പോൾ അത് ബീട്രൂട്ട് അരച്ച് വെച്ചാണ്. അതേപോലെ പിന്നെ ഒരു കിയാർ ഈ കുളത്തിൽ ആരെയും കണ്ടിക്കണോ? നാട്ടിൽ കണ്ടിക്കണമെന്ന് അറിയില്ല. ഇതിന് കോലം കണ്ടില്ല. ചെറിയ കുമ്പളങ്ങൾ ഇങ്ങനെ പൊന്തിങ്ങാണ് നിൽക്കണേ. അത് എന്തുകൊണ്ട് അങ്ങനെ വരുന്നത്, ഞങ്ങളെ കിയാർ വരണുണ്ടോ, അതുകൊണ്ട് ഇങ്ങനത്തെ ഇതിൽ ഇട്ട് വെച്ചുകൊണ്ട് വരണമാണെന്ന് അറിയില്ല. എന്തായാലും ടേസ്റ്റുള്ള സാധനമാണ്. അത് നല്ല കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റുണ്ട്. ചോറൊക്കെ എല്ലാം കഴിക്കാം ഷുവറായിട്ട്. ഇവിടെയൊക്കെ വരുന്ന തൂണുകളൊക്കെയാണ്. പിന്നെ ഇതാ നമ്മളെ ചിപ്സിൻ്റെ ഇതാണ്. ചിപ്സ് വെച്ചാൽ ഈ ചിപ്സിന് നല്ല വില ഉണ്ട്. അപ്പോൾ ഇതും പ്രോട്ടീനിൽ പെട്ട ചിപ്സുകൾ തന്നെയാണ്. പിന്നെ അണ്ടിപ്പരിപ്പിൻ്റെ ചോക്ലേറ്റാണ്. അണ്ടിപ്പരിപ്പിൻ്റെ മുകളിലെ ചോക്ലേറ്റ് ക്രീം അതേ ഡിസൈൻ തന്നെ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സാധനം എല്ലാവർക്കും അറിയുന്ന സാധനമാണ്. നമ്മൾ നേർച്ചയൊക്കെ വേണ്ട ചോളാപ്പൊരി വാങ്ങണേ. മറ്റേ അരിപ്പൊരി ഇല്ലേ, അരിപ്പൊരി അത് നല്ല സെറ്റാക്കിങ്ങാണ്ട് വെച്ചിങ്ങാണ്ട് റൈസ് കേക്ക് തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെ പരിപാടിയല്ല കിട്ടിയ സാധനമൊക്കെ കൊടുത്തു തന്നെ. നമ്മളെ പയറിതാ, പിന്നെ ഗോതമ്പ്, എല്ലാ വിധ പയറുകളുണ്ട്. മണിപ്പയറും ചെറുപയറും. പിന്നെ ഇത് ഞാൻ ലാസ്റ്റ് കട്ടായപ്പോൾ ഒന്ന് ഇങ്ങനെ കാണിക്കുന്നുള്ളൂ കേക്ക്. ഇതിന് പ്രോട്ടീനല്ല. ഇത് പിന്നെ ഷുഗറുള്ളവർക്കൊക്കെ
തിരിച്ചടിയാകും. അപ്പോൾ അത് പരിപാടിയുള്ളവർ മാത്രം വാങ്ങിയാൽ മതി. അപ്പോൾ നല്ല അടിപൊളി ഡിസൈനുള്ള കേക്കൊക്കെയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കണമെന്നുള്ളൂ. സ്ട്രോബെറി കേക്ക് ഉണ്ട്, അല്ല ഫ്രൂട്ട്സ് കേക്ക് ഉണ്ട്. പക്ഷേ ഇതിനൊക്കെ അധികം ദിവസം വെക്കാനും പറ്റിട്ടാണ്. അങ്ങനെ ഞാനൊക്കെ ആക്കിയാണ് നേരിന് ഞാൻ പുറത്ത് തന്നെ പോവുകയാണ്. അപ്പോൾ നമ്മളിന്നത്തെ പ്രോട്ടീൻ്റെ ഫുഡുകൾ വീഡിയോ ഇവിടെ ഞാൻ സ്റ്റോപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ വീണ്ടും നല്ല വീഡിയോ ആയിട്ട് വരുന്നതാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ അതിനെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതേപോലെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.